ഇന്ന് നമ്മളുള്ളത് നേത്രരോഗ ചികിത്സാ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അയ്യന്തോൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ റാണി മേനോൻ ഐ ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങളാണ്. ഡോക്ടർ റാണി മേനോൻ ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് കൂടുതലായി പറഞ്ഞു തരാൻ വേണ്ടി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറും ഗ്ലോക്കോമ വിദഗ്ധയുമായ ഡോക്ടർ റാണി മേനോൻ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടറോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ കുറേ നാൾ പുറത്തായിരുന്നു. അപ്പോൾ പുറത്ത് അവിടുന്ന് നമ്മൾ ഒരു ഇംഗ്ലണ്ടിൽ പോയിട്ടൊരു ഡിഗ്രി എടുത്തു. അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ ഗൾഫിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേരളം തൃശ്ശൂർ നമ്മുടെ ജന്മനാട്ടിലേക്ക് എത്തണത്. അപ്പോൾ എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് ഞാൻ ഇങ്ങോട്ട് വരണം, ഇവിടെ ഒരു കണ്ണിൻ്റെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം. ഇതൊക്കെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അന്ന് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം. പിന്നെ പുറത്ത് പോയി വന്നിട്ട് പിന്നെ ഞാൻ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലാണ് ഞാൻ എൻ്റെ തിമിരത്തിനെ പറ്റിയിട്ടും ഗ്ലോക്കോമേനെ പറ്റിയിട്ടും ഫെലോഷിപ്പ് ചെയ്തത്. അതിനുശേഷം എനിക്ക് അപ്പോൾ നമ്മളുടെ നാട്ടിൽ അന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ അരവിന്ദിലൊക്കെ ചെയ്യുന്ന മാതിരി ഉള്ള പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ അന്ന് നമ്മളുടെ കേരളത്തിൽ ഇത്ര കോയമ്പത്തൂർ പറയുമ്പോൾ വളരെ അടുത്താണെങ്കിൽ കൂടി കേരളത്തിൽ ഇതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ പോയി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം നല്ലപോലെ മനസ്സിലായി. നമ്മളുടെ ഇവിടുത്തെ സംഗതികളും അവിടെ ചെയ്യുന്ന സംഗതികളും. അങ്ങനെയാണ് നമ്മൾ അവിടെയൊക്കെ കിട്ടുന്ന പുറത്തും കോയമ്പത്തൂരും ഒക്കെ കിട്ടുന്ന അതേ ഫെസിലിറ്റി ഇവിടെ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ 2008 എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. 2002 തൊട്ട് ഞാനിവിടെ പ്രാക്ടീസിൽ ഉണ്ടെങ്കിൽ കൂടി 2008 നമുക്ക് ഈ വളരെ ചെറുതായിട്ട് അതിനും അമ്മ തന്നെയാണ് എന്നെ സഹായിച്ച്. അമ്മയുടെ ഒരു പഴയൊരു വീടാണ് അന്ന് എനിക്ക് ഹോസ്പിറ്റലിന് വേണ്ടി സ്ഥലം തന്നത്. അങ്ങനെയാണ് 2008 വളരെ ചെറിയതായിട്ട് നമ്മൾ ഈ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരത്രയും നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ അവരവരുടെ കണ്ണിനെയൊക്കെ തരുന്നത്. അപ്പോൾ ആ ട്രസ്റ്റ് കാത്തു സൂക്ഷിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ തിമിരത്തിലും ഗ്ലോക്കോമയിലും കൂടെ ഞാൻ ഫെലോഷിപ്പ് ചെയ്തത് കാരണം അത് ബോത്ത് ഓഫ് ദീസ് തിങ്സ് ആർ വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ അതുകൊണ്ട് ആ സബ്ജക്റ്റിൽ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് റിസർച്ച് ചെയ്യൽ, അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന വിധം അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന്, അതിൻ്റെ ഈ സബ്ജക്റ്റിനും പേഷ്യൻസിനും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പലതരത്തിലും ശ്രമിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അങ്ങനെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുവിധം ഇപ്പോൾ കണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പറയും, എന്നോട് എൻ്റെ പണ്ടൊരാൾ എന്നെ കളിയാക്കിയതാണ്, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ സ്പെഷ്യാലിറ്റി ഉള്ളത്, അത്രയും പോകുന്ന ചെറിയൊരു കണ്ണ്, അതും രണ്ടും ഒരുമാതിരിയാണ്, പിന്നെ എന്താ അത്ര പഠിക്കാനുള്ളത് എന്ന് പണ്ട് കാലത്ത് ഒരാൾ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കൊച്ചു കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ പല പല സ്പെഷ്യാലിറ്റി ഉണ്ട്, പല പല വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോങ്കണ്ണ്. ഈ കോങ്കണ്ണ് നോക്കുന്നത് വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. കണ്ണിൻ്റെ ഞരമ്പ്, അതിൻ്റെ പേര് റെറ്റിന, അത് നോക്കുന്നതിന് നമുക്ക് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിന് ഒരുപാട് സംവിധാനങ്ങൾ വേണം. 1-2 സംവിധാനം വരെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ റെറ്റിനയ്ക്ക് വേണം. അതിൻ്റെ സർജറി എടുക്കുകയാണെങ്കിലും അതിനും അതേ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സംഗതികൾ മാത്രം പോരാ, എക്യുപ്മെൻറ്റ്സ് മാത്രം പോരാ. നമ്മളെപ്പോഴും പറയുമല്ലോ, ഇറ്റ്സ് ദ മാൻ ബിഹൈൻഡ് ദ മെഷീൻ ദാറ്റ് മാറ്റേഴ്സ് എന്ന്. അപ്പോൾ നമുക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് സ്റ്റാഫും ഉണ്ട്, പിന്നെ ഡോക്ടേഴ്സും ഉണ്ട്. ഈ പറഞ്ഞ സ്പെഷ്യാലിറ്റിയിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ ഗാന ജോയ്. ഡോക്ടർ ഗാന റെറ്റിനയിൽ വളരെ പ്രാവീണ്യമുള്ള ഒരു ഡോക്ടറാണ്. ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ആണെങ്കിലും അതിൻ്റെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ സ്പെഷ്യൽ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇനി ഒന്നും ഡോക്ടർ ഗാനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല.
അതേമാതിരി ഡോക്ടർ ശോഭ രമേശ് ഉണ്ട് ഇവിടെ. ഡോക്ടർ ശോഭ ചെയ്യുന്നത് നമ്മൾ റിഫ്രാക്റ്റീവ് സർജറി എന്ന് പറയും. റിഫ്രാക്റ്റീവ് സർജറി ഒക്കെ അതൊക്കെ ഞാൻ അതാ പറഞ്ഞത്, ഇതിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗമാണ് ഈ റിഫ്രാക്റ്റീവ് സർജറി. ഈ റിഫ്രാക്റ്റീവ് സർജറിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പം കണ്ണിന് പറ്റിയ ഷോർട്ട് സൈറ്റ് ആണോ ലോങ് സൈറ്റ് ആണോ, അത് മാത്രമല്ല ഇപ്പം നമ്മൾ കണ്ണ് എടുക്കുകയാണെങ്കിൽ ആ കൃഷ്ണമണിയുടെ ഉപരിതലം അത് വളരെ ഇറഗുലറാണ്. നമ്മൾ വളരെ വളരെ മൈക്രോസ്കോപ്പിക്കിൽ വെച്ചിട്ട് നമ്മളത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആ ഉപരിതലം അതിനെ സ്മൂത്ത് ആക്കാനുള്ള മെഷീൻ, ഇതിലൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ് ഡോക്ടർ ശോഭ രമേശ്. പിന്നെ അതേമാതിരി തന്നെ എൻ്റെ മാതിരി തന്നെ നല്ലപോലെ ഈ തിമിരത്തിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു സർജൻ ഉണ്ട് നമുക്ക്, ഡോക്ടർ റീതു മേരി ഐസൻ. അവരും ഇതേമാതിരി ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും നമുക്ക് എല്ലാത്തിലും നമുക്ക് നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ വക മെഷീൻസും നമുക്ക് ഈ ആധുനിക രീതിയിൽ നമ്മൾക്കിപ്പോൾ പുറത്തെ ഇപ്പോൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ അവരെയൊക്കെ തക്കവണ്ണം കിടപിടിക്കത്തക്കവണ്ണമുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മളുടെ കയ്യിലുണ്ട്. ഗ്ലോക്കോമ അവെയർനെസ് നമ്മൾ 2015 ഇവിടെ തുടങ്ങിയത്. 2015 തൊട്ട് നമ്മൾ പബ്ലിക്കിന് വേണ്ടി ഒരുപാട് ക്ലാസ് എടുത്തു. ആ സമയത്ത് എല്ലാ കൊല്ലവും മാർച്ച് 2nd വീക്ക്, ഒരു വീക്ക് മുഴുവനും ഗ്ലോക്കോമ വീക്കാണ്. ആ ഗ്ലോക്കോമ വീക്കിൽ നമ്മൾ അന്ന് ഒരു സൺഡേ നോക്കിയിട്ട് നമ്മൾ ടൗൺ ഹാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മേജർ ഒരു അവന്യൂവിൽ വെച്ചിട്ട് ഒരുപാട് പബ്ലിക്കിന്, ഒരുപാട് പേര്, അറ്റ്ലീസ്റ്റ് 1000 ആൾക്കാരെങ്കിലും വരാറുണ്ട്. അവർ വന്നിട്ട് ഇവർക്കൊക്കെ വേണ്ടി പല പല ഡോക്ടേഴ്സ്, ഞാൻ മാത്രമല്ല പല ഡോക്ടേഴ്സ് വന്ന് അവർക്ക് ക്ലാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ഡോക്ടർമാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജേണൽ കാര്യങ്ങൾ പറയും എന്നല്ലാണ്ട് അവർ പബ്ലിക്കിന് വേണ്ടി ഇങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ തുടങ്ങി വെച്ചു 2015. അതിനുശേഷം നമ്മൾ എല്ലാ കൊല്ലവും അത് ചെയ്തു പോന്നു, എല്ലാ കൊല്ലവും ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നത് 2015ഉം 2025ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 2025 അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ പോപ്പുലേഷൻ നോ വാട്ട് ഇസ് ഗ്ലോക്കോമ. അതായിരുന്നു നമ്മളുടെ മെയിൻ ഉദ്ദേശവും. അതായത് അറ്റ്ലീസ്റ്റ് ഗ്ലോക്കോമ എന്നുള്ള പേരെങ്കിലും കേട്ടിരിക്കുന്ന ആൾക്കാർ. ഇതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, ഗ്ലോക്കോമ കൊണ്ട് ആരുടെയും കണ്ണ് നഷ്ടപ്പെട്ടു പോകരുത്. കോവിഡിൻ്റെ സമയത്ത് കണ്ട ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. രണ്ടുപേരും മരുന്നൊഴിച്ചതുമില്ല, കറക്റ്റ് സമയത്ത് അവർ ട്രീറ്റ്മെൻറ്റിന് വന്നതുമില്ല. അപ്പോൾ രണ്ടുപേരും അന്ധതയിലേക്ക് പോയി. അത് ഒരു കണ്ണല്ല 2 കണ്ണും പോയി. അപ്പോൾ അവർ ടോട്ടലി കണ്ണ് കാണാത്തവരായിപ്പോയി. അതൊക്കെ ഒരു വലിയ നമുക്കിതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഗ്ലോക്കോമ വീക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഗ്ലോക്കോമ എന്നുള്ള വാക്കും ഈ അസുഖത്തിൻ്റെ ഇമ്പോർട്ടൻസും അസുഖത്തിൻ്റെ സീരിയസ്നെസ്സും എല്ലാവരും മനസ്സിലാക്കണം എന്ന് എനിക്ക് ചെറിയൊരു നിർബന്ധമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കൊല്ലവും വെളിച്ചം എന്നുള്ള പരിപാടി ചെയ്യാറുണ്ട്. ഇനി ഗ്ലോക്കോമ എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ, ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൽഡർലി ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 40 വയസ്സ് കഴിഞ്ഞാലാണ് ഈ സംഗതി ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുക. അതായത് നമ്മളുടെ ജീനിൽ ഓൾറെഡി ഉണ്ട് ഗ്ലോക്കോമ വരുന്ന. നമ്മളുടെയൊക്കെ ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പോൾ തലയിൽ വരാമെന്ന് പറയുമല്ലോ, അതൊക്കെ നമ്മൾ ഈ ജീനിന്, പണ്ടത്തെ ആൾക്കാർ വേറൊരു വാക്ക് പറയണതാണ് ഈ തലയിൽ വരാം. അപ്പോൾ ഈ ജീൻ നമുക്കിപ്പോൾ ഗ്ലോക്കോമയ്ക്ക് വേണ്ടിയുള്ള ജീൻ നമ്മളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്കത് 40 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും വന്നിരിക്കും. അപ്പം നമുക്കത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? നമുക്ക് നമ്മളുടെ ഹെറിഡിറ്റിയോ അല്ലെങ്കിൽ ഹെറിറ്റേജോ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാം, വരുന്നതിന് മുമ്പേ നമുക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയാം, നേരത്തെ അറിയാം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ഗ്ലോക്കോമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ണൊരു ക്ലോസ്ഡ് ഒരു ബോളാണല്ലോ. എല്ലാ ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, അതായത് ഇപ്പോൾ ഒരു ഫുട്ബോൾ, ഒരു ബലൂണ്, ഇതിനകത്തൊക്കെ ഒരു തരം മർദ്ദമുണ്ട് അല്ലേ? അപ്പോൾ ഈ മർദ്ദം ക്രമാതീതമായിട്ട് കൂടുക. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു അണക്കെട്ടാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അവർ ലെറ്റ് ഔട്ട് ചെയ്യും, പീച്ചിയിലോ ഒക്കെ അവർ പുറത്തേക്ക് വിടും. അതേമാതിരി ചിലപ്പോൾ തുറന്നു വിടാനുള്ള സംവിധാനം ഇല്ല നമ്മളുടെ കണ്ണിന്. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, ഈ കണ്ണിൻ്റെ ഉള്ളിൽ ദ്രാവകമുണ്ട്, കണ്ണിനകത്ത് കണ്ണുനീരല്ല വേറൊരു ദ്രാവകമുണ്ട്, ആക്വസ് എന്ന് പറഞ്ഞിട്ട്, അത് കെട്ടിക്കിടക്കും. അത് ഡ്രെയിൻ ചെയ്ത് പോണത് പോരാ. അങ്ങനെ വരുമ്പോൾ ഡ്രെയിൻ ചെയ്ത് പോരാത്തത് കാരണം ഈ കണ്ണിനകത്തെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം വല്ലാണ്ട് കൂടും. അതിങ്ങനെ കുറേശ്ശെ കൂടുന്നത് കാരണം പലരും അതറിയില്ല.
പെട്ടെന്നൊരു ദിവസം കൂടുന്ന ഗ്ലോക്കോമ അത് വേറെയുണ്ട്. കുറേശ്ശെ കൂടുന്ന ഗ്ലോക്കോമയിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേയില്ല, വളരെ വളരെ സാവധാനം പ്രഷർ ഇങ്ങനെ കൂടും. അപ്പോൾ ഓരോ തവണയും പ്രഷർ കൂടുന്തോറും ഈ പ്രഷർ നമ്മളുടെ കണ്ണിൻ്റെ ഉള്ളിലെ ഓരോ സെല്ല് അല്ലെങ്കിൽ കുറേ സെല്ലുകളെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ കാലം ഇത് തുടർന്നു പോകുമ്പോൾ ഈ സെല്ലുകളെല്ലാം നശിക്കും. സെല്ലുകളെല്ലാം നശിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണേ, പിന്നെ നമ്മളുടെ ഞരമ്പാണല്ലോ, ഞരമ്പിൻ്റെ സെല്ലുകളെല്ലാം പോയി കഴിഞ്ഞാൽ കാഴ്ചയും പോയി. അതാണ് ഗ്ലോക്കോമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കാഴ്ച പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു തിമിരാണെന്ന് വിചാരിക്കും, തിമിര ഇപ്പം മൂത്ത് അങ്ങ് വെള്ള കളറാവും ചിലപ്പോൾ കണ്ണ്. എന്നാലും നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഏകദേശം പഴയ കാഴ്ച തന്നെ ഈ പേഷ്യൻറ്റിന് തിരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഗ്ലോക്കോമയിൽ അങ്ങനെയല്ല. ഗ്ലോക്കോമയിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പോയ കാഴ്ച പിന്നെ, അതായത് ഇപ്പോൾ ഞരമ്പിനെ രണ്ടാമത് റീജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടാമത് ജീവിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കും നമുക്കായിട്ടില്ല. അതാവുന്നത് വരെ, ചിലപ്പോൾ ആയേക്കാം ഭാവിയിൽ, ആവുന്നത് വരെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള ചികിത്സ എങ്ങനെ കൊടുക്കാമെന്ന്, ഈ 2 കാര്യങ്ങൾ മാത്രമേ ഗ്ലോക്കോമയ്ക്ക് ഒരു പ്രതിവിധിയായിട്ട് ഇപ്പോൾ നമുക്കുള്ളൂ. മെയിൻ സെൻറ്റർ നമുക്ക് തൃശ്ശൂർ തന്നെയാണ്. ഇതിന് പുറമേ നമുക്ക് വേറെ 3 സ്ഥലത്തും കൂടി ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് വടക്കാഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂർ, ഇങ്ങനെ 3 സ്ഥലത്തു കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫെസിലിറ്റീസ് ചോദിച്ചാൽ ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മളൊരു വളരെ വിപുലമായിട്ടുള്ള തോതിൽ ഒരു അണുപോലും അനുരഹിതമായ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അത് നമ്മൾ കുന്നംകുളത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഡോക്ടർ ലക്ഷ്മി മോഹൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് തിമിര ശസ്ത്രക്രിയ ചെയ്യണത്. അവരും വളരെ ഈ തിമിര ശസ്ത്രക്രിയയിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ 2 നമ്മൾ കുന്നംകുളത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ തിയേറ്റർ വളരെ സെക്യൂറായിട്ട്, വളരെ അണുവിമുക്തമാക്കാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 100% ഒരു സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർ കയറി ഇറങ്ങുമ്പോൾ തന്നെ അണുക്കളായി ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ എയർ, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ എയർ കംപ്ലീറ്റ് ഫിൽട്ടർ ചെയ്ത് വരുന്ന ഒരു സംവിധാനം, അതിന് ലാമിനാർ ഫ്ലോ എന്നാണ് നമ്മൾ, അതായത് ലാമിനാർ ഫ്ലോ ഉള്ള ഓപ്പറേഷൻ തിയേറ്റർ വളരെ വളരെ റെയറാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് കുന്നംകുളത്തും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാസിക് സർജറി ചെയ്യുന്ന ലാസിക്കിൻ്റെ ഒട്ടിയിലാണ്. നമ്മളിപ്പോൾ ഈ കോസ്റ്റ്യൂം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ഹൈജീൻ ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത്രയും നമ്മൾ ഹൈജീൻ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ഈ ഒരു കോസ്റ്റ്യൂം പോലിട്ടുള്ളത്. അപ്പം ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലാസിക് സർജറി ചെയ്യുന്നതിനുള്ള അത്യാധുനിക രീതിയിലുള്ള മെഷീനാണ് ഇവിടെയുള്ളത്. നമുക്ക് ഒരുപാട് പേര് കണ്ണട വയ്ക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കണ്ണട മാറ്റി നമുക്ക് കാഴ്ചയിലേക്ക്, ഒരു പുത്തൻ കാഴ്ചയിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാസിക് ചെയ്യാൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് EX500 എന്ന് പറയുന്ന അത്യാധുനിക രീതിയിലുള്ള ഒരു ലാസിക് മെഷീൻ തന്നെയാണ് ഇത്. ലേസർ വഴിയാണ്, ലേസർ ചെയ്ത് നമുക്ക് കണ്ണട പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഇതാണ് കോൺസ്റ്റലേഷൻ സിസ്റ്റം. പ്രധാനമായിട്ടും റെറ്റിനയുടെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത്യാധുനികമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത്. ഇതാണ് റെറ്റിനയുടെ സർജറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം. ഇപ്പം നമ്മളുള്ളത് മറ്റൊരു ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഇവിടെ പ്രധാനമായിട്ടും തിമിര ശസ്ത്രക്രിയകളാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അത്യാധുനിക രീതിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ്. ഹെപ്പ ഫിൽറ്ററാണ് ഇവിടെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നോർമൽ AC അല്ല, അങ്ങനത്തെ ഒരു, അതായത് പൂർണ്ണമായിട്ടും നേരത്തെ മാം പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും ഹൈജീനായിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ തിമിരത്തിന് വേണ്ടിയിട്ട്. അതുപോലെ മിനൈൽ ഫ്ലോറാണ്, ഇതിൻ്റെ ഫ്ലോറിനും പ്രത്യേകതയുണ്ട്. അത്തരത്തിൽ ആധുനിക രീതിയിൽ തന്നെയാണ് നമ്മുടെ തിമിര ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഹോസ്പിറ്റലിലെ മറ്റ് ഓഫറുകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിനായിട്ട് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറും ഡോക്ടർ റാണി മേനോൻ്റെ മകളുമായ അഡ്വക്കേറ്റ് പാർവതി ആർ മേനോൻ നമ്മോടൊപ്പം ഉണ്ട്. അവരോട് എന്നെ ചോദിച്ചറിയാം. ലോകത്തിലെ തന്നെ
കാഴ്ചയെ നഷ്ടപ്പെടുത്തുന്ന രണ്ടാം സ്ഥാനത്തായി വിശേഷിപ്പിക്കുന്ന ഗ്ലോക്കോമ. അതിൻ്റെ അവബോധമാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ദാറ്റ് എനിബഡി ക്യാൻ ഹാവ്. അതിനെ അവബോധം വരുത്താനാണ് നമ്മൾ വെളിച്ചം ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം 10th ആനിവേഴ്സറി ആയ കാരണം നമ്മൾ കുറച്ചും കൂടിയും അത് ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി ആൻഡ് മാർച്ച്, 1st February to 31st March, every senior citizen above the age of 50 അവർക്ക് ഫ്രീ ആയിട്ട് ഗ്ലോക്കോമയുടെ സ്ക്രീനിങ് ടെസ്റ്റും പിന്നെ ഷുഗറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റും thirdly ലാസിക്കിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റും കൺസൾട്ടേഷനും ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾക്ക് 50 years എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ബിക്കോസ് ആ ഏജിലായിരിക്കും നമ്മുടെ ഗ്ലോക്കോമ നല്ലോണം ഉള്ളവർക്ക് ഒരു നല്ലോണം ഉണ്ടാവാനൊരു ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ആൻഡ് ഓൾസോ ബിക്കോസ് ഇറ്റ് ദ 10th anniversary we are making it from 1st February to 31st March. ഗ്ലോക്കോമയുടെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടുല്ലോ. ഡോക്ടർ റാണി നല്ല പോലെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ പ്രിവെൻഷൻ. അതിൻ്റെ അത് പരിഗണിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ February 1st to March 31st എവറി സീനിയർ സിറ്റിസൺ 50 വയസ്സിന് മുകളിലായിട്ട് എല്ലാ പേഷ്യൻസിനും ഷുഗറിനും പ്രഷറിനും സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നത്. അതായത് കണ്ണിനെ എങ്ങനെ ബാധിക്കുന്നു, ലാബ് ടെസ്റ്റ് അല്ല, എങ്ങനെയാണ് ഈ ഷുഗറും പ്രഷറും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ബാധിക്കണേ എന്നുള്ള മെഷീൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേക മെഷീൻ വെച്ചിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫ്രീ ആക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്രം 1st February to 31st March വരെ നമ്മൾ ഈ സംവിധാനം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ലാസിക് എന്ന് പറഞ്ഞ കണ്ണട ഒഴിവാക്കുന്ന ഒരു സർജറി, അതിൻ്റെ ഒരു ഓഫറും കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ എലിജിബിലിറ്റി ഉണ്ടോ, അത് ചെയ്യാൻ പറ്റുന്നതാണോ, ഓരോ കണ്ണ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ടോപ്പോഗ്രാഫി എന്ന ടെസ്റ്റും അതിൻ്റെ കൺസൾട്ടേഷനും അതും നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. ഈ ഓഫറുകൾ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും ഉണ്ടാവും. തൃശ്ശൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ ആൻഡ് കുന്നംകുളം. ഈ എപ്പിസോഡിൽ കണ്ടത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ വിശേഷങ്ങളാണ്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.